Hi friends. So we are reported speech, indirect speech. അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ജനറലായിട്ടൊക്കെ കണ്ടു, രണ്ടാമത്തെ ക്ലാസ്സിൽ ടെൻസിൽ വരുന്ന മാറ്റം. അതായത് ഓൾ ദി പ്രസൻറ്റ് ടെൻസസ്, എല്ലാ പ്രസൻറ്റ് ടെൻസിനെയും അതിന് തുല്യമായി പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുക. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. വിൽ വുഡാവും, ക്യാൻ കുഡാവും, മേ മൈറ്റ് ആവും, അങ്ങനെ. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പേഴ്സണാണ്. ചേഞ്ച് ഓഫ് പേഴ്സൺസ്. ചേഞ്ച് ഓഫ് പേഴ്സൺ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഗ്രാമറിലുള്ള ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇതിനകത്ത് ഒറ്റ പോയിൻ്റേ ഉള്ളൂ. അതായത് ഓൾ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺസ്, അതായത് എല്ലാ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും, ഡയറക്റ്റ് സ്പീച്ചിലുള്ള എല്ലാ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണിലേക്ക് മാറ്റണം. അതിന് കുറച്ച് ഉദാഹരണങ്ങളാണ് ഞാൻ തന്നിരിക്കുന്നത്. ഐ ഹി ആകും, വി ദേ ആകും. പിന്നെ നമുക്ക് ഉള്ളത് യു ദേ ആകും, യുവർ ദേർ ആകും, അവർ ദേർ ആകും, മീ ഹിം ആകും അല്ലെങ്കിൽ ഹെയർ ആകും. അസ് എന്നുള്ളത് ദം ആകും. അങ്ങനെ അതാണ് ഇങ്ങനെ പേഴ്സൺ ചേഞ്ചസിന്. ഇതിനാണ് ഈ പേഴ്സൺ ചേഞ്ചസ് എന്ന് പറയുന്നത്. മൈൻ എന്നുള്ളത് ഹിസ് എന്നാകും അല്ലെങ്കിൽ ഹെയർ എന്നാകും. അത് സാഹചര്യം അനുസരിച്ച് അങ്ങനെയാണ് ചേഞ്ച് ഓഫ് പേഴ്സൺസിനെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ നമുക്ക്. ആദ്യത്തെ കണ്ടോ, ഹീ സെഡ്. ഇത് എല്ലാത്തിനും ഉള്ളതാണ് കേട്ടോ. ഹീ സെഡ് ദാറ്റ്, ഇതിന് എല്ലാത്തിനും ഉള്ളതാണ്. ഓരോ തവണ ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. അപ്പം ഇതവിടെ എഴുതിയിട്ടുണ്ട്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ സീങ്സ് ടു തേർഡ് പേഴ്സൺ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ എന്താണ്, തേർഡ് പേഴ്സൺ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ സീരീസ്, അതായത് ഇതിപ്പം 94-ാമത്തെയാണ് ക്ലാസ്സാണ് ഈ സീരീസിൽ. അതായത് മലയാളത്തിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്ന ഈ സീരീസിൽ 94-ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ആദ്യത്തെ 10 ക്ലാസ്സുകൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും എന്താണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. സമയമുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഓക്കെ, നൗ ഇത് കണ്ടോ. ഹി സെഡ് ഐ ട്രാവൽ ബൈ എ ട്രെയിൻ. ഹി സെഡ് ദാറ്റ് ഹി ട്രാവൽഡ് ബൈ എ ട്രെയിൻ. ഉണ്ടോ, മനസ്സിലായല്ലോ. ഐ എന്നുള്ളത് ഹി ആയി. ഹി സെഡ് മൈ ഫ്രണ്ട് ഈസ് വിത്ത് മീ. ഹി സെഡ് ദാറ്റ് ഹിസ് ഫ്രണ്ട് വാസ് വിത്ത് ഹിം. കണ്ടോ, അതായത് മൈ എന്നുള്ളത് ഹിസ് ആയി, മീ എന്നുള്ളത് ഹിം ആയി, തേർഡ് പേഴ്സൺ. ഹി സെഡ് വി ആർ ഡിസ്കസിങ് വെരി സീരിയസ് മാറ്റർ. ഹി സെഡ് ദാറ്റ് ദേ വേർ ഡിസ്കസിങ് എ വെരി സീരിയസ് മാറ്റർ. വി എന്നുള്ളത് ദേ ആയി, തേർഡ് പേഴ്സൺ. ഹി സെഡ് you are doing a good job. He said that they were doing a good job. You plural ആണെങ്കിൽ they, അല്ല ഒറ്റ ആളാണെങ്കിൽ he. അടുത്തത്, he said your brothers are good people. He said that their brothers were good people. ഇവർ എന്നുള്ളത് their ആയി. നീ അഥവാ ഇവർ എന്നുള്ള സിംഗുലർ ആണെങ്കിൽ ഹിസ് ബ്രദേഴ്സ് നാവും. ഓക്കെ, അടുത്തത്, ഹി സെഡ് വി ഹാവ് ടു സേവ് ഫോർ എ റെയിനി ഡേ. സേവിങ് ഫോർ എ റെയിനി ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടകാലത്തിലേക്ക്, കഷ്ടകാലം അല്ലെങ്കിൽ നമ്മൾ പറയില്ല കഷ്ടകാലം അല്ലെങ്കിൽ ഇല്ലായ്മയുടെ കാലം വരുമ്പോഴത്തേക്കും നമ്മൾ കുറേ നേരത്തെ സേവ് ചെയ്ത് വെക്കണം. അത് അണ്ണാനൊക്കെ എങ്ങനെയാണ് അല്ലേ, നല്ല കാലം വരുമ്പോൾ അണ്ണാൻ അത് ഇതൊക്കെ പെറുക്കിക്കൊണ്ട് പൊത്തി പോകും. എന്നിട്ട് ശീതകാലം വരുമ്പോൾ അവൻ അതിനകത്തിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. അത് നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതുപോലെ റെയിനി ഡേ, സേവിങ് ഫോർ എ റെയിനി ഡേ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കഷ്ടതകൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സീസൺ മാറുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ സമ്പാദിച്ച് വെക്കുക എന്നുള്ളതാണ് അല്ലേ. അതാണ് റെയിനി ഡേ എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു സേവ് ഫോർ എ റെയിനി ഡേ. He said that they had to save for a rainy day. My days are numbered.
അപ്പം he said that his days were numbered. You have to attend your classes. He said that they had to attend their classes. കണ്ടോ? അതാണ് പേഴ്സൺ ചേഞ്ച്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ടെൻസ് മാറുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പേഴ്സൺസ് മാറുക എന്നുള്ളതാണ്. ക്ലിയർ ആയി?